ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എ+ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, അതുപോലെ ഇതുവരെ കാര്യമായി പഠിക്കാത്തവർ എന്ത് പഠിച്ചാൽ ഡബിൾ പാസ് നേടാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു വട്ടം കംപ്ലീറ്റ് പോർഷനും റിവൈസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ അടുത്ത ലക്ഷ്യം ഒരു ഫൈനൽ റിവിഷൻ ആണ്. തീർച്ചയായും അതിന് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്നൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. മസ്റ്റായിട്ട് അത് കണ്ടു പഠിക്കുക. +1 സിലബസിൽ 14 ചാപ്റ്റേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 14 ചാപ്റ്റേഴ്സും ഒരുവിധം ഭംഗിയായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്ന് ഉറപ്പില്ല. സംതിങ് ന്യൂ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്, പുതുതായി ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തീർച്ചയായും ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 2023, 2022, 2021 അല്ല. നോട്ട് ദ പോയിന്റ്. ആ വർഷങ്ങളിൽ കോവിഡിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. സിലബസ് വ്യത്യസ്തമായിരുന്നു, ക്വസ്റ്റ്യൻ പാറ്റേൺ വ്യത്യസ്തമായിരുന്നു. തീർച്ചയായും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേണും ചാപ്റ്റർ വൈസ് വെയിറ്റേജും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് മനസ്സിലാക്കുക. 2018, 2019, 2020 ഈ 3 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒത്തിരി വ്യത്യസ്തമായ ജോമെട്രിക്കൽ ഐഡിയാസ് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രോബ്ലംസ് പരിചയപ്പെടാൻ സാധിക്കും. തീർച്ചയായും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള ജോമെട്രിക്കൽ പ്രോബ്ലംസ് എവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ലേറ്റസ്റ്റ് ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ജോമെട്രിക്കൽ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സിലബസ് തറവായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. 2018, 19, 2020 പിന്നെ ഇപ്പോഴത്തെ മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത്രയും കാര്യങ്ങൾ ഉറപ്പിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ ഉറപ്പിക്കാം. എന്നാൽ ഇതുവരെ കംപ്ലീറ്റ് പഠിച്ചില്ല, കുറച്ചൊക്കെ പഠിച്ചു, അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ A+ ഓർ മോർ മാർക്സിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങളും റിവിഷൻ ക്ലാസ് കണ്ട് പഠിക്കുന്നതാണ് ബെറ്റർ. A+കാർക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് കഠിന പ്രയത്നം ചെയ്താൽ മതി. നിങ്ങൾ ആദ്യം റിവിഷൻ ക്ലാസ്സുകൾ കണ്ട് ആ ഫോൾഡറിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ആവശ്യമാണെങ്കിൽ കാണാവുന്നതാണ്. ഓരോ ചാപ്റ്ററും തറവായി പഠിക്കുക. ഫൈനൽ റിവിഷൻ എന്ന രീതിയിൽ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്കും കാണാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് നേടാം, യാതൊരു സംശയമില്ല, A+ ഓർ എബോവ് മാർക്സ്. തീർച്ചയായും ഇതുവരെ കാര്യമായിട്ട് പഠിക്കാത്ത കുട്ടികൾ അവരുണ്ടാകാൻ സാധ്യത കുറവാണ്, എങ്കിലും കുറച്ച് പേർ അങ്ങനെ കാണുമല്ലോ. ഇതുവരെ കാര്യമായി പഠിക്കാത്തവർ, കുറേയധികം പഠിച്ചിട്ടും ഇതുവരെ ഒന്നും തലയിൽ നിൽക്കാത്തവർ, ഇപ്പോഴും ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പരിതപിക്കുന്നവർ, അവർക്ക് വേണ്ടിയാണ് നമ്മളൊരു പ്രത്യേക പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. തീർച്ചയായും അത് കണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് 100% ഉറപ്പാണ്. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ വീഡിയോ ക്ലാസ്സുകൾ കണ്ടു തീർക്കുവാൻ വെറും 3.5 മണിക്കൂർ, മാക്സിമം 4 മണിക്കൂർ മതി. അത് പഠിച്ചെടുക്കുവാൻ മറ്റൊരു 4 മണിക്കൂർ, അങ്ങനെ ഒരു 8 മണിക്കൂർ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തറവായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ, ഓരോ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നു. അത് കണ്ട് പഠിച്ചാൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടുന്നതാണ്. മിനിമം 30 മാർക്സ് കിട്ടും, യാതൊരു സംശയമില്ല. സോ തീർച്ചയായും ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾ റിവിഷൻ ക്ലാസ് കാണുക, പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടാൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കാം. മോർ ദാൻ A+ അല്ലെങ്കിൽ A+ പ്രതീക്ഷിക്കുന്ന കുട്ടികളും ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കാണുക, ഒപ്പം റിവിഷൻ ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ജസ്റ്റ് പാസ് ആയാൽ മതി അല്ലെങ്കിൽ ഡബിൾ പാസ് മാർക്ക് മതി എന്നുള്ളവർക്ക് വേണ്ടിയാണ് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. തീർച്ചയായും ഈ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വ്യത്യസ്തമായ ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ ജോമെട്രിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചത്. അത് സ്ട്രൈറ്റ് ലൈനിന് മാത്രമല്ല, സെറ്റ് എന്ന ചാപ്റ്ററിൽ തീർച്ചയായും ഫുൾ മാർക്ക് A+ ഓർ എബോവ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഇത് മനസ്സിലാക്കുക. സെറ്റ് എന്ന ചാപ്റ്ററിൽ വെൻ ഡയഗ്രാം തന്നിട്ട് അതിൽ നിന്ന് യൂണിവേഴ്സൽ സെറ്റ് എഴുതുക, അതിൽ നിന്ന് A എന്ന സെറ്റ്, B എന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതുക. അത്തരം ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നു.
നെക്സ്റ്റ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില ഫംഗ്ഷൻസ് ഉണ്ട്. എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, മോഡ് എക്സ്, സിഗ്നം ഫംഗ്ഷൻ. അതിന്റെ ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് റേഞ്ച് എഴുതാൻ ചോദിക്കും, ഡൊമൈൻ എഴുതാൻ ചോദിക്കും. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പരിചിതമല്ലാത്ത ചില ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറയും, പ്രത്യേകിച്ച് പീസ് വൈസ് ഫംഗ്ഷൻ. അത് ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അത്തരം ക്വസ്റ്റ്യൻസ് 2018-2019 ഇയേഴ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റിലേഷൻ ഫംഗ്ഷനിൽ അത്തരം വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ട്രിഗണോമെട്രിയിൽ സൈൻ എക്സിന്റെ ഗ്രാഫ്, കോസ് എക്സിന്റെ ഗ്രാഫ് തന്നിട്ട് ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഗ്രാഫ് തരും. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ. സൈൻ എക്സ് ആണോ, കോസ് എക്സ് ആണോ, ടാൻ എക്സ് ആണോ തിരിച്ചറിയണം. പണ്ട് അത്തരം ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത്തരം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യവും പ്രതീക്ഷിക്കാം. പിന്നെ ജോമെട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന പിന്നെ സ്വാഭാവികമായിട്ടും സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈനിൽ 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതിന് സമാനമായ ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കാം. നെക്സ്റ്റ് കോണിക് സെക്ഷൻ. അതിലും ജോമെട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു എലിപ്സിന്റെ ഫിഗർ തന്നിട്ട് അതിലെ 2 പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് തന്നിട്ട് ഫൈൻഡ് മേജർ ആക്സിസിന്റെ ലെങ്ത്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അതും നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ കോണിക് സെക്ഷനിലും അത്തരത്തിൽ ജോമെട്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി 3 ഡയമെൻഷണൽ ജോമെട്രി, ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷെ 3 ഡയമെൻഷണൽ പ്ലെയിൻ ഒക്കെ തന്നിട്ട് അതിലെ ആക്സിസിലെ പോയിന്റുകളൊക്കെ തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ 3 ഡയമെൻഷണൽ പ്ലെയിനിലെ ചില പോയിന്റുകൾ പ്ലോട്ട് ചെയ്ത് അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുക. A+ പ്രതീക്ഷിക്കുന്ന കുട്ടികളും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മോഡൽ എക്സാമിനേഷൻ സമാനമായ 1-2 ക്വസ്റ്റ്യൻ നിലവാരമുള്ള ക്വസ്റ്റ്യൻ കാണും. അത് സ്വാഭാവികം, തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകണമല്ലോ. എന്താണ് എങ്കിൽ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. സോ 1-2 ക്വസ്റ്റ്യൻസ് നിലവാരമുള്ള ക്വസ്റ്റ്യൻ കാണും. എന്നാൽ 90% ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിക്കും. അതുകൊണ്ട് യാതൊരു ആശങ്കയുടെ അടിസ്ഥാനമില്ല. എങ്കിലും 100% മാർക്കും നമുക്ക് വേണം എന്ന് ദൃഢനിശ്ചയത്തോടു കൂടി പഠിക്കുന്ന കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ കാര്യമായി പഠിക്കാത്ത കുട്ടികൾ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉഴപ്പണ്ട. ജസ്റ്റ് 2 days, അതാണ് പൂർണ്ണമായി നമുക്ക് കിട്ടുന്നത്. 3 ദിവസം എക്സാമിനേഷൻ ഉണ്ട്. എങ്കിലും തീർച്ചയായും നിങ്ങളുടെ കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അപ്പുറം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യമായ കംപ്ലീറ്റ് പ്ലേലിസ്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സ്റ്റുഡൻസിനെ സഹായിക്കാൻ വേണ്ടി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് അവിടെ ചോദിക്കാം. അത് ക്ലിയർ ചെയ്യുന്നതാണ്. സോ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച രീതിയിൽ പബ്ലിക് എക്സാമിനേഷൻ, മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ എഴുതുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.